അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഏതായാലും നമുക്ക് വലിയൊരു ആവേശമാണ് ഇപ്പോൾ സുപ്രഭാതം. കുറേ ആയി നമ്മൾ ഗ്രൂപ്പിൽ ഞാൻ വന്നിട്ട് നല്ല ആവേശമായി കഴിഞ്ഞു. കാരണം സുപ്രഭാതം ഈ വർഷം ഒരു തണുത്ത മട്ടിലായിരുന്നു പോയിരുന്നതെന്ന് എനിക്ക് തോന്നണേ വരാമെന്ന്. അതൊന്നും തന്നെ ആവേശമാക്കി തന്നു. പിന്നെ ഇതിലൊന്നും നമ്മൾ ബേജാറാവേണ്ട ഒരു ആവശ്യമില്ല. സുപ്രഭാതത്തിനെതിരെ എന്നല്ല, സമസ്തക്കെതിരെ ആര് വന്നാലും അവർക്ക് അവസാനം ആക്കിബത്ത് മോശമാകുക എന്നല്ലാതെ ഒരു വിജയം ഉണ്ടാകും എന്നൊന്നും തോന്നില്ല. ചിലപ്പോൾ ഈ ദുനിയാവിൽ ചിലപ്പോൾ ചില കാട്ടിക്കൂട്ടലൊക്കെ നടത്തിയേക്കാം. നമുക്കൊക്കെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. അഖില കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വന്നു. തബ്ലീഗ് ജമാഅത്തിനെതിരെ തീരുമാനം എടുത്തപ്പോഴാണ് വന്നത്. ആരൊക്കെ ഉണ്ടായിരുന്നേ? വലിയ വലിയ നേതാക്കന്മാരൊക്കെ അതിലുണ്ടായി. എന്തിനേറെ പറയുന്നു, മഞ്ചേരിയിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കുട്ടി മുസ്ലിയാർ എന്ന പറയുന്ന ഫദ്ഫരി, ഇങ്ങനെയുള്ള വലിയ വലിയ പ്രഗത്ഭരൊക്കെ വന്നു. അവർ പട്ടിക്കാട് ജാമിയക്ക് പകരമായിട്ട് കാസർഗോഡ് സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞു. മാത്രമല്ല, ഒരു പത്രത്തിന്, നമ്മളൊരു മാസികക്ക് പകരമായിട്ട് ജമിയത്ത് എന്നുള്ളൊരു മാസിക തുടങ്ങി, മുഷാവറ ഉണ്ടാക്കി, ഒക്കെ നടന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനം ഇത് കണ്ടിട്ട് വലിയ വലിയ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഷംസുല്ലൻ്റെ അടുത്ത് വന്നാണ്ട് പറഞ്ഞു, ഈക്കെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ വലിയ അപ്പുറത്ത് നിന്ന് നമ്മളെ ഇതിനെതിരെ രംഗത്ത് വന്നിക്കാണ്, നമ്മളെ സമസ്തൻ്റെ ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഷംസുല്ലമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, കോട്ടുമലെ നിങ്ങൾ എന്തിനാ ഇതിൽ ബേജാറാകണേ? സമസ്ത എന്താക്കിയത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും ആരിഫീങ്ങളാണ്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സമ്മതത്തോട് കൂടിയിട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിനെ ആ ആരിഫീങ്ങളും ഉണ്ടാക്കിയ ആളുകളും ഇന്നും സംരക്ഷിക്കും, അത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനെതിരെ വന്ന അഖിലൊക്കെ എന്തായി എന്നുള്ള ചരിത്രം ഞാൻ കൂടുതൽ നീട്ടി പറഞ്ഞു, എല്ലാവർക്കും അറിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാ. അള്ളാഹ്ക്ക് എത്രമാത്രം പിന്നെ ശുക്ർ ചെയ്താലും മതിയാവില്ല. കാരണം ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ സമസ്തനോട് കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി എന്നുള്ളതാണ്. എത്ര ആളുകൾക്ക് ഈ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഒപ്പം നിൽക്കാം, നമുക്ക് അള്ള വന്ന് ഏറ്റവും വലിയൊരു തൗഫീക്ക് നൽകിയില്ലേ, അതിൻ്റെ ഒപ്പം നിൽക്കാം. അതിന് എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. അതുകൊണ്ട് ഇതിനെ തകർക്കാൻ ഏതൊക്കെ കോണി, ഏതൊക്കെ അടച്ചിട്ട റൂമിൽ ഓഫീസിൽ നിന്നാണ്ട് മീറ്റിംഗ് കൂടിയിട്ടും കാര്യമില്ല. ഇത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ്. ഇൻഷാ അള്ളാഹ് ഇലാ യൗമിൽ ഖിയാമ ഇത് അന്തസ്സോട് കൂടി നിലനിൽക്കും. പല പൊട്ടലും ചീറ്റലും ഉണ്ടാവും, സാലിം പൈസി മുമ്പ് പറഞ്ഞാൽ. അപ്പോൾ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇത് ആ ഇസ്തിഖാമത്തോട് കൂടിയിട്ട് തന്നെ, അതിൻ്റെ അന്തസ്സോട് കൂടിയിട്ട് ഇത് ഇവിടെ നിലനിൽക്കും. അള്ളാഹു നിലനിർത്തട്ടെ. അസ്സലാമു അലൈക്കും.